അല്ലേ അതല്ല അവർക്ക് പറയാൻ പറ്റുള്ളൂ. സാധാരണ നാടിയൽപ്പ് വിദഗ്ധരെ ഇതുപോലെ പിടിച്ചു നോക്കി പറയാൻ പറ്റും അല്ലേ, ആ രോഗത്തെ കൺവിൻസ് ചെയ്യാൻ പറ്റും. ഇന്നതാണ് വിഷയം എന്ന് പറയാൻ പറ്റും. രോഗവും ഒരൊറ്റ ക്ലിക്കിലൂടെ ഒരു തൊടലിലൂടെ ഇല്ലാതാക്കാൻ പറ്റുമോ? എനിക്കത് തോന്നുന്നില്ല. അതിലെനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. പക്ഷെ അത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ജമാലുദ്ദീൻ വൈദ്യർ പറയുന്നത്. അങ്ങനെ പറ്റും. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് നെഗറ്റീവും കേട്ടിട്ടുണ്ട്, ഒരുപാട് പോസിറ്റീവും കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഇപ്പോഴും നെഗറ്റീവുള്ള ആളുകൾ ഉണ്ടായിരിക്കാം, ഇപ്പോഴും അദ്ദേഹത്തിന് പോസിറ്റീവുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ സത്യം എന്താണെന്ന് എനിക്കറിയണമെന്ന് തോന്നുകയാണ്. അങ്ങനെയാണ് എങ്കിൽ അതൊന്ന് നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് തോന്നി. അദ്ദേഹം ഇപ്പോൾ കാസർഗോഡ് ചെറുവത്തൂരിലെ കൈതക്കാട് എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചികിത്സാ രീതികൾ കണ്ടുകൊണ്ട് തന്നെ സംസാരിക്കാമെന്ന് തോന്നിയതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാണാം. ഒരു വർഷം ജന്മനാളുള്ളതാ. ഇത് പോളിയോ ഒന്നാണല്ലോ. പോളിയോ വന്നിട്ട് ചെറുപ്പത്തിലുള്ളതാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു നടുവേദന നടക്കാൻ പറ്റുന്നില്ല. നടുവേദന വന്നിട്ട് ഈ പോളിയോക്ക് നിങ്ങൾ എന്തായാലും അന്നത്തെ കാലം ഒരു ട്രീറ്റ്മെന്റുകളുണ്ടോ? ഇപ്പൊ ചെയ്തില്ലല്ലോ അല്ലേ? ഇപ്പം നടുവേദനക്കുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുന്നു. അപ്പോൾ ഒന്നും ശരിയാവുന്നില്ല. ജോലി വല്ലതുണ്ടോ? പേരെന്താ നിങ്ങളുടെ? മധു. നിങ്ങളെല്ലാവരും പലരും കണ്ടിട്ടുണ്ടാകുമായിരിക്കും. എൻ്റെ ഫേസ്ബുക്ക് എനിക്കെതിരെയുള്ള ചില യൂട്യൂബുകളിൽ കണ്ടിട്ടുണ്ടാവും. കറണ്ട് അടിപ്പിക്കുക, ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുക, പവർ ഷോക്ക് കൊടുക്കുക കണ്ടിട്ടുണ്ടാവും. പലരും അതുകൊണ്ട് പേടിച്ചിട്ടും ഉണ്ടാവും. ഇവിടെ ഇലക്ട്രിക് ഷോക്കാന്ന് കരുതി. ഇവിടെ ഇലക്ട്രിക് ഷോക്ക് എന്ന് പറയുന്ന സംഭവത്തുള്ളൂ. ഈ പേരെയാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഈ മേലെ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ഷോക്ക് എന്ന് ആൾക്കാർ പറഞ്ഞ് ഫലിപ്പിക്കുന്നതിൻ്റെ കാരണം ഫലിപ്പിച്ചത് ഈ ഒരു ബാറ്ററിയാണ്. ഇതിൻ്റെ പവർ എന്ന് പറയുന്ന സാധനമാണത്. ഇത് ചൈനക്കാരുടെ ബുദ്ധിയാണത്, നമ്മുടെ ബുദ്ധിയല്ല അത്. പക്ഷേ ഇത് കൃത്യമായ മർമ്മ തെറാപ്പിയാണത്. കൃത്യമായ മർമ്മ പോയിന്റുകളിൽ നമ്മൾ സ്റ്റിമുലേഷൻ കൊടുത്താൽ, ഈ പവർ കൊടുത്താൽ ഒരു പ്രഷർ തെറാപ്പി കൊടുക്കും. സ്വാഭാവികമായിട്ടും ഞരമ്പുകൾക്കെല്ലാം ത്രസിരിപ്പാവും. അത് ആർക്കും ചെയ്യാം. ഇത് ഓൺലൈനിൽ കിട്ടുന്ന പ്രൊഡക്റ്റാണ്, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ കാറ്റലോഗ് അതിനകത്തുണ്ട്. കൃത്യമായിട്ട് ആർക്കും പഠിച്ച് ചെയ്യാൻ ചികിത്സയുള്ളൂ. ഞാൻ മാത്രം ചെയ്ത അത്ഭുതമല്ലത്. പക്ഷേ ഇത് മർമ്മ പോയിന്റുമായിട്ട് ഞാൻ കുറെ പഠിച്ചിരിക്കുന്നതുകൊണ്ട് പോയിന്റ്സിലെ തെറാപ്പി പെട്ടെന്ന് എവിടെയാണ് മർമ്മം എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കും. അത്രൂ. ഈ സംഭവം ഒരു മാജിക് ആണ്. അല്ല, മാജിക് എന്ന് പറയാൻ പറ്റില്ലേ? പിന്നെ ഇപ്പൊ മാർക്കറ്റിലുള്ള സാധനമല്ലേ, ഇത് അവൈലബിൾ അല്ലേ? ഞാൻ രഹസ്യമായിട്ടുള്ളതൊന്നും അല്ലല്ലോ. അല്ല, ഈ മർമ്മം അറിയാതെ ഒരാൾ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ. അത് വേണമല്ലോ. അതെ, ഒരു കെട്ടിടം പണിയണമെങ്കിലേ എന്തെല്ലാം വേണം? അതെ, എല്ലാ സ്ട്രക്ചറും വേണം. എല്ലാ സ്ട്രക്ചറല്ല, കല്ല് വേണം, മണൽ വേണം, സിമെന്റ് വേണം, കമ്പി വേണം, എല്ലാം വേണം. അതൊക്കെ അറിയില്ലേ? വേണമെന്നറിയാലോ. 100%. പണിയാൻ സാധിക്കുമോ? ഇല്ല. എന്താ കാരണം? എന്താ? അതിനെ അതിനകത്ത് ചെയ്തിട്ടുള്ളൂ. അതിനൊരു എഞ്ചിനീയർ വേണം. മനസ്സിലായില്ലേ? എഞ്ചിനീയർ വേണം, പണിക്കാരത് അറിയാവുന്ന ആൾ വേണം, തിയറി അറിയാവുന്ന ആൾ. അല്ലാതെ കല്ല് മണൽ സിമെന്റ് മാത്രം കൊണ്ട് തീരുമാനമാവില്ല. അത്രേ ഉള്ളൂ. ഇത് മർമ്മം അറിയാവുന്നവരൊക്കെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അല്ലാതെ അല്ല, വലിയ അത്ഭുതമൊന്നും അല്ല കേട്ടോ. പറയത്ത എത്രല്ലേ നടക്കാൻ പറ്റുന്നുണ്ടോ? പിടിച്ചോളൂ അല്ലേ? ഒരു മിനിറ്റ് കേട്ടോ. കറിക്ക് നടക്കില്ല അതാണ് സർപ്പിച്ചിട്ട് വരില്ല. നോക്കട്ടെ നടക്കുമെന്ന്. അവിടെ കേട്ടോ. ഒരു മിനിറ്റ്. ഓക്കെ, തിരിച്ചേ നടന്നേ വന്നേ. ഇവിടെ വാ, പേടിക്കണ്ട. വാ, ഞാനല്ല പറയുന്നത്. വാ കട നോട്ടെ. വാ കട ഇവിടെ വാ. ഇതൊരു അത്ഭുതമാണല്ലോ. വാ നടക്കത്താ. ഞാനല്ല പറഞ്ഞേ. വാ, ഇത്ര ധൈര്യമായിട്ട് പറയുമ്പോൾ പേടിക്കണേ. വാ, റിലാക്സ് ചെയ്യുക. നടക്കില്ല എന്നുള്ള സങ്കല്പം കളയുക. മനസ്സിലായില്ലേ? നമ്മുടെ മനസ്സിൽ സാധിക്കില്ല എന്ന് തീരുമാനിച്ചത് അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. മനസ്സിൽ സാധിക്കില്ല എന്ന് നമ്മൾ തീരുമാനിച്ചത് അങ്ങനല്ലേ. അത് വേണ്ട, നടക്കുമെന്ന് തീരുമാനം ഉറപ്പിക്കുക. പേര് കുഞ്ഞേശ. കുഞ്ഞേശാലോ വില്ലേശായിട്ട് മാറണം. ഉഷാറാവട്ടോ. നടന്നേ. കാട്ടെ പോയി നടന്നോ. ഞാൻ നടക്കാം കേട്ടോ. സന്തോഷം. അതുകൊണ്ട് ടെൻഷൻ കേട്ടാ. മതി ഇനി വണ്ടി കയറിക്കോ. ഞാൻ തൈലം തരാൻ പോലെ.
ഞാൻ വരുന്ന തൈലം കൃത്യമായിട്ട് ഞാൻ പറയുന്നത് ഉപയോഗിച്ചാൽ മതി കേട്ടോ. കൂടാനുള്ള പറയുക. ഓക്കെ അല്ലേ നിങ്ങളിപ്പോ ഏകദേശം നിങ്ങൾക്ക് ഒരു ഫ്രീ ആയിട്ട് തോന്നുന്നില്ലേ? വേദന കുറച്ച് കുറവുണ്ട്. ടച്ച് സ്ഥലം എവിടെയാ? കാസർഗോഡ് നെല്ലിക്കുന്ന്. നെല്ലിക്കുന്ന്. പെട്ടെന്ന് സംഭവിച്ചു. പേര് ഷാവുൽ സാബിയുടെ വിഷയമായി. ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് സംഭവിച്ചു. പക്ഷെ നേരത്തെ നടുവേദന ഉള്ള ആളാണ് നിങ്ങൾ. ഇത് ശരിക്കും ഇപ്പൊ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടലിന്റെ താഴ്ഭാഗത്ത് L5 പോയിന്റിലേക്ക് കാണപ്പോയി. ഈ L5 പോയിന്റ് ഡിസ്ക് ഒന്ന് പുറമേക്ക് തള്ളി. ഡിസ്ക് തള്ളുകയും ഞരമ്പ് ജാമാവുകയും ചെയ്തു. വെയിൻ ബൾസ് എന്ന് പറയും ഡോക്ടർമാർ. ഇതല്ലേ ഡോക്ടർമാർ പറഞ്ഞത് അല്ലേ? അതെ. ഇത് പറയുന്നതിന് ഡോക്ടർമാർക്ക് 8000 രൂപ സ്കാനിങ് വേണം അല്ലേ? അതല്ല അവർക്ക് പറയാൻ പറ്റുള്ളൂ. സാധാരണ നാടിയരമ്പ് വിദഗ്ധരെ ഇതുപോലെ പിടിച്ചു നോക്കി പറയാൻ പറ്റും അല്ലേ? ആ രോഗത്തെ കൺവിൻസ് ചെയ്യാൻ പറ്റും. ഇന്നതാണ് വിഷയം എന്ന് പറയാൻ പറ്റും. അതൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം MRI സ്കാനിങ്ങിലൂടെ ഡോക്ടർമാരെ കണ്ട് ചെയ്യേണ്ട കാര്യമാണ് ഇദ്ദേഹത്തെ തൊട്ടുകൊണ്ട് പറയാണ്, ശരീരത്തിന്റെ ഭാഗം തൊട്ടുകൊണ്ട് പറയാണ് ഇതല്ലേ നിങ്ങളുടെ ഇഷ്യൂ എന്ന് ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കാഴ്ചക്കാരാ, ഒരു കള്ളവും പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ കൺമുന്നിൽ തന്നെ ഒരുപാട് ആളുകൾ പെട്ടെന്ന് തന്നെ പറയാണ് സ്പോട്ട് റിസൾട്ട്, അതായത് പെട്ടെന്നൊരു റിസൾട്ട് ഉണ്ടാകുന്നത് കാണാൻ വേണ്ടി സാധിക്കുകയാണ്. ഇതിനേക്കാൾ അപ്പുറം എന്താണ് പറയാനുള്ളത്? വേറൊന്നും പറയാനില്ല. ഒറ്റ കസേര ഒന്ന് ഉപയോഗിക്കുന്നത്. കസേര ഒറ്റ മിനിറ്റ്, ഒരു മിനിറ്റ് കസേര പാൻ്റെ മുട്ടിനെ ഒതുക്കി ഇല്ല ഒന്നോടെ എത്തിയിട്ടില്ല. സാധാരണ നടന്നു നോക്കി ഇരുന്ന് നോക്കി നിൽക്കുക വന്ന അവസ്ഥയാണെന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ഉള്ള പോലെ പറയണം, ഇല്ല ഇല്ലാന്ന് പറഞ്ഞേക്കാം. നിങ്ങൾ സപ്പോർട്ട് ചെയ്തു കേട്ടോ. വേദനയില്ല, ഒരു സമാധാനം ഇതുപോലെയാണ്. സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന കാര്യമാണ് പറയുന്നുള്ളത്. പറ്റൂല. ഒന്ന് എണിച്ചേ നോക്കട്ടെ. ഇത് മാജിക് തന്നെയാണ്. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇതിനെ പറയാ, മർമ്മം നോക്കിയിട്ടുള്ള ചികിത്സാ രീതി, അതായത് പ്രഷർ പോയിന്റ് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇദ്ദേഹത്തിന്റെ ഈ ചികിത്സാ രീതി ഒരു പരിധിവരെ അതിന്റെ തുടക്കത്തിൽ തന്നെ വിജയിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നുള്ളത്. അത്ഭുതം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. തൈലം തരാം. ഞാൻ പറയുന്നത് ഇത് കൃത്യമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഒറ്റയാഴ്ച കൊണ്ട് നിങ്ങൾക്ക് റിലീഫായിരിക്കും. നിങ്ങളൊരു ഓപ്പറേഷൻ വേണ്ട, കീറ് പിടിക്കാൻ വേണ്ട, തീണ്ടി വരാൻ പോകണ്ട. മനസ്സിലായില്ല? ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. പറയുന്ന പ്രകാരം തൈലം തേക്കണം, അത്രേ ഉള്ളൂ. അകത്തേക്ക് വന്നോളൂ, ക്ലിയർ. അല്ല അകത്ത് വേണ്ട, ഇവിടെ തന്നെ തൈലം വിളിക്കാൻ. ഞാൻ 10 മാസം വല്ല ഈ സ്ത്രീക്ക് ഒരു ഓപ്പറേഷൻ പറഞ്ഞ നട്ടലിന് ഓപ്പറേഷൻ പറഞ്ഞെടുത്ത് കൊണ്ടുവന്നവരെ അന്ന് ഞാനിവിടെ റിലീഫാക്കി വിട്ടതാ. റിലീഫാക്കി വിടുകയും ചെയ്തു. അവർ അസുഖം മാറി. ഇവരെ ഭർത്താവിനെല്ലാം എപ്പോഴും വിളിക്കുകയോ കാര്യം നല്ല ബന്ധങ്ങളായിരുന്നു. അന്ന് ഞാൻ അവരോട് പറഞ്ഞു, അവരുടെ ആങ്ങളെയാണ്, കുറെ നാളത്തേക്ക് നിങ്ങൾ ഭാരമുള്ള വസ്തുത പൊന്തിക്കുകയോ താത്തോ ചെയ്യാൻ പാടില്ല. പൊന്തിച്ചാൽ ഒരു പക്ഷേ വീണ്ടും ഇത് സ്റ്റിക്കാവും എന്ന് പറഞ്ഞു. ഇപ്പൊ വന്നിരിക്കുക ആള് ഈ കഴിഞ്ഞ ദിവസം ഭാരമെടുത്ത് പൊന്തിക്കുകയായിട്ട് ചെയ്തപ്പോൾ വേദന അല്ലേ? കിടപ്പിലായ ഒരാളെയാണ് ഞാൻ ഏറ്റിക്കൊള്ളത്. ഇപ്പൊ നിലവില് മൂപ്പര് പറഞ്ഞത് നിങ്ങൾ അനുസരിച്ചില്ല. ഒരു മാസത്തില് പോകാൻ പറഞ്ഞായിരുന്നു, ഞാൻ പോയില്ല.
അതുകൊണ്ട് പറ്റിയതാണ് എനിക്ക് നടുവിന് 10 മാസം മുമ്പ് വന്നിട്ട് പിന്നെ ഒരു മാസം കൂടി വരാൻ പറയാം. പിന്നെ വന്നല്ല പിന്നെ ഒരു വന്നില്ല. മാസം പോകാൻ പറഞ്ഞായിരുന്നു. പക്ഷെ ആദ്യം സൊല്യൂഷൻ ഉണ്ടാക്കിയവർക്ക് സ്വാഭാവികമായിട്ട് ഇനിയും സൊല്യൂഷൻ ഉണ്ടാക്കാമല്ലോ അല്ലേ? അല്ല അങ്ങനെയല്ല, അത് തുളസിന്റെ ആവശ്യമില്ലല്ലോ. അതെ അതെ. ഞാൻ നിങ്ങളോട് പറയണു, പറയുന്ന പ്രകാരം കൃത്യമായിട്ട് തൈലം അപ്ലൈ ചെയ്താൽ നിങ്ങളുടെ രോഗങ്ങൾ മാറും. അതല്ല തൽക്കാലം നിങ്ങൾ ഇപ്പോൾ ഒരു ആശ്വാസം കിട്ടിയത് മാറിയത് പ്രതീക്ഷിച്ച് പോകരുത്. വീണ്ടും വരാം. അപ്പോൾ വീണ്ടും നിങ്ങൾ അടുത്ത ആഴ്ചയോടെ വന്നിരിക്കുന്നതിന് കാര്യമില്ല. വരുന്നവരെ രോഗം മാറിപ്പോണം. ഒരു പ്രാവശ്യം വന്ന് കണ്ടാൽ രോഗം മാറിപ്പോണം. നാളേക്ക് വെച്ചുകൊണ്ടിരിക്കേണ്ടാരും ആൾക്കാരെല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ഇപ്പോൾ ഇവർ പോകുന്നതിനകത്തേക്ക് വരുന്ന പൊസിഷൻ ഫോട്ടോ എടുത്തോ, വരുന്നത് എടുത്തോ, വീഡിയോ എടുത്തോ. ഇവരെ തിരിച്ചിറക്കി വിടുമ്പോൾ നിങ്ങൾ അത് എടുത്തോ കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. എന്താണ് നമ്മൾ പോകുമ്പോ ഉണ്ടായിരുന്ന ഇതിനേക്കാൾ മാറ്റമുണ്ടാ? മാറ്റമുണ്ട്. ഇപ്പൊ അതിനേക്കാളും വലിയൊരു മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ മുഖത്തൊരു സന്തോഷം വന്നിരിക്കുന്നു. പോകുമ്പോ ഒരു നിരാശ ഉണ്ടായിരുന്നു മുഖത്ത് അല്ലെ? ഞാൻ ശ്രദ്ധിച്ചിരുന്നു, ഒരു സങ്കടം ഉണ്ടായിരുന്നു. വരുമ്പോ ചിരിച്ചുകൊണ്ട് വരാണ് അല്ലെ? ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം MRI അല്ലെങ്കിൽ ഒരു സ്കാനിങ്, ഒരു എക്സ്റേ എടുത്തിട്ട് പറയേണ്ട കാര്യം, ഒരു ഡോക്ടറിനെ കണ്ടിട്ട് പറയേണ്ട കാര്യം പുള്ളിക്കാരൻ ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട് പറയാം. അതൊരു കഴിവ് തന്നെയാണ്. ഇതാണ് തൈലം തൈലം ഇതാണ്. ഈ 2 ബോട്ട് തൈലമാണ് ഞാൻ മെയിനായിട്ട് തരുന്നത്. ഇത് 2.5 മണിക്കൂർ ഇടവിട്ട് രാവിലെ 7 മണി രാത്രി 10 മണി വരെയുള്ള സമയങ്ങളിൽ 2.5 മണിക്കൂർ ഇടവിട്ട് തൈലം തേച്ച് പിടിപ്പിക്കുക. ഏത് കഠിനമായ വേദനയും നിങ്ങൾക്ക് 48 മണിക്കൂറിൽ മാറ്റം കണ്ടില്ല. ആ തൈലം തിരിച്ചെടുത്ത് പൈസ കൊടുക്കും. അടുത്ത തൈലം പിടിക്കുന്നതാണോ? ആ 2 തൈലം. ഞാൻ ഇവിടെ വരുമ്പോ സത്യം പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ കുറെ നെഗറ്റീവ് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ വന്നത്. പക്ഷെ ഇവിടെ എത്തിയപ്പോ കുറെ കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. കാരണം ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ പലയിടങ്ങളിൽ നിന്ന് കേൾക്കുന്നത് കണ്ടിട്ടാണ് ഇവിടെ വന്നത്. ഈ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇവിടുന്ന് ലൈവായി പലരും ഭേദമാകുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഞാനത് വിശ്വസിക്കലല്ലാതെ എനിക്ക് വേറൊരു നിവൃത്തിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളെടുത്ത് പറയാണ്, ഈ കാഴ്ച കണ്ടിട്ട് സത്യം പറയാൻ ഞെട്ടിപ്പോയി. ഞാൻ വേറൊരു ഉദ്ദേശവുമായി ബന്ധപ്പെട്ട് വന്നതാണ്. അതെനിക്കറിയാം. പക്ഷേ അറിയാലോ, വന്നപ്പോ അതിന്റെ കാര്യങ്ങളിലെ നീറ്റ്നെസ് കണ്ടിട്ട് ഞെട്ടിപ്പോയി. കാരണം ഇവരൊന്നും കളു പറയില്ല, ഇതൊക്കെ രോഗികളാണ്. ഇപ്പോഴും ഞാൻ ഒരു കാര്യം പോലത്ത് പറഞ്ഞേക്കാം. ഓരോ പേർക്ക് ഇത് അനുകൂലമായിട്ട് പ്രതികളുടെ വീഡിയോ ചെയ്താൽ താഴെ വരുന്ന കമന്റുകൾ പാടായിരിക്കും. കാരണം ഇന്ന് കേരളത്തിലെ ഏതാണ്ട് 6 ലക്ഷത്തോളം വരുന്ന ഫിസിയോതെറാപ്പിസ്റ്റുകൾ അതുപോലെ തന്നെ പാരമ്പര്യ വൈദ്യന്മാരായ ചില കുലപതികളായ ആളുകൾ, മനസ്സിലായി, തലോട്ടപ്പന്മാരെന്ന് പറയുന്നത്, അവരൊക്കെ നിരന്തരം എനിക്കെതിരെ കമന്റ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഭാവമുണ്ട്. നിരന്തരം കമന്റ് പോസ്റ്റ് ചെയ്യാണ്. കാരണം അവർക്കൊന്നും ചിന്തിക്കുന്നതിനപ്പുറമാണ് കാര്യങ്ങൾ, അവർ ഉൾക്കൊള്ളുന്നതിന് അപ്പുറമാണ് കാര്യം നടക്കുന്നത്. അതെനിക്കറിയില്ല. ഇത് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല, ഡോക്ടർമാർക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റില്ല. എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ അവിടെ ഒരു ഡിസ്കിന്റെ ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു. അയാൾ എന്താണെന്ന് പോലും നിങ്ങളോട് പറഞ്ഞില്ല. പക്ഷെ നിങ്ങൾ തൊട്ട് നോക്കിയിട്ട് ഡിസ്കിന്റെ അദ്ദേഹത്തെ കുവൈറ്റിൽ നിന്നാണ് വന്നാന്നല്ലേ പറഞ്ഞ ആ മനുഷ്യൻ ചിരിച്ചവിടെ കളിച്ചോണ്ടിരിക്കണു. അല്ല, അദ്ദേഹം എന്നോട് ലൈവായിട്ട് പറയാണ് എനിക്കിപ്പോ ഭേദം ഉണ്ടെന്ന് പറയുമ്പോ പിന്നെ അതിലപ്പുറം ഒന്നും പറയാനില്ല. അവിടെ ഇരുന്ന് കാണിക്കാം, അവരുടെ അടുത്ത് ഇരുന്ന് കാണിക്കണം. അദ്ദേഹം ഞാൻ നോക്കുമ്പോ അതാ പറഞ്ഞത്. ഞാൻ കണ്ടു. അതല്ല അദ്ദേഹം ആളല്ല, നെല്ലിക്കുന്ന് സ്വദേശിയാണ് അയാൾ. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം എന്നാണ് ഞാൻ കാണുന്നത്. പക്ഷെ ഇദ്ദേഹത്തിന് കൃത്യമായി പ്രഷർ പോയിന്റ് അറിയാം, മർമ്മം എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയാം. അത് കൃത്യമായി ആക്സസ് ചെയ്യാൻ പറ്റുന്നതിന്റെ ഒരു റിസൾട്ട് ആണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അത് ഡോക്ടർമാർക്ക് പോലും സാധിക്കില്ല. അവിടെയാണ് തെറ്റ്. ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ പറയാം, ഒറ്റയടിക്ക് പോലെ ഇതിൽ പറയാം. 106 മർമ്മങ്ങളാണ് ശാസ്ത്രം പഠിപ്പിക്കുന്നത്. ഞാൻ പറയുന്നു മനുഷ്യ ശരീരത്തിൽ 1,00,000 മർമ്മങ്ങളുണ്ട്. 1,00,000 മർമ്മങ്ങളുണ്ടെന്ന് ഞാൻ പറയും. 106 അല്ല, 107ാമത്തെ ഞാൻ പറഞ്ഞു കൊടുക്കാം. എൻ്റെ അടുത്ത് വരട്ടെ. 106 എന്നുള്ള സ്ഥലത്ത് 107ാമത്തെ ഇവർ പഠിക്കാത്തൊരു മർമ്മം ഞാൻ പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഇത് അവർ അംഗീകരിക്കുന്ന മർമ്മവുമാണ്. പ്രവൻസമുണ്ടോ? അവർ അംഗീകരിക്കുന്ന മർമ്മമുണ്ട്. അത് അല്ല തിയറിയിലില്ല. അപ്പൊ 107 ഉണ്ടല്ലോ, അതല്ല 106 107 വരുള്ളൂ. അത് മർമ്മകൾ, ശരീരത്തിലെ പല ഭാഗങ്ങളും മർമ്മകൾ തന്നെയാണ്. തൊടുന്ന ഭാഗങ്ങളെല്ലാം മർമ്മങ്ങൾ. അതാണ് തൊടുമർമ്മ ചികിത്സ എന്ന് പലരും പണ്ട് പറയാറുള്ളത്. ഞാനൊരു കാര്യം കാണിച്ചത് പോലെ ഇവിടെ കാണിച്ചത് ഞാനൊരു സംഭവം ചെയ്യാം. പെട്ടെന്ന് ഒരു പെയിൻ ഉണ്ടാവും, ആ പെയിൻ അപ്പം തന്നെ മാറ്റി തരാം, കുഴപ്പമില്ലല്ലോ. ഇതൊരു പോയിന്റാണ്, നമ്മളുടെ ഒരു മർമ്മ പോയിന്റാണത്. ഈ മർമ്മ പോയിന്റിൽ ഞാനിവിടെ കൊടുക്കാട്ടോ. ഇതുപോലെ കൈ മറച്ചു നോക്കി, വേലുണ്ടെന്ന് പറ. ആ വേറെ മാറ്റി കാണിക്കുക, അതേ രീതി തന്നെ. അപ്പൊ ചോദിക്കുന്നത് എങ്ങനെയാന്ന് ചോദിക്കും.
മുടക്കി നോക്കുമോ? സത്യം അത്ഭുതപ്പെട്ടു. ഇത് മാജിക് അല്ല, മാജിക് അല്ല, മന്ത്രമല്ല, ഇത് ഭരണ പോയിന്റ് ആണത്.